Good morning, Pradeep sir. Welcome to the show. Morning, Priya. Morning, viewers. നമുക്ക് ആദ്യം കമ്മോഡിറ്റി മാർക്കറ്റ്സിലേക്ക് തന്നെ പോകാം. കമ്മോഡിറ്റി മാർക്കറ്റ്സിൽ ഇന്നിപ്പോൾ ക്രൂഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് ഡെറിവേറ്റീവ്സിൽ മുന്നോട്ട് പോകുന്നത്. ബ്രെൻഡ് ക്രൂഡ് ബാരലിന് $77.34 എന്നുള്ള റേഞ്ചിൽ മുന്നോട്ട് പോകുന്നു. WTI നോക്കുമ്പോഴും ബാരലിന് $74 എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. ക്രൂഡിനെ സംബന്ധിച്ച് ഇനി നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നേരത്തെ പ്രിയ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ അമേരിക്കയിലെ എല്ലാ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനും അവധിയായിരുന്നു. സോ ഇന്നലെ ക്രൂഡ് മാർക്കറ്റും ഗോൾഡ് മാർക്കറ്റും ഇന്നലെ അവധിയായിരുന്നു. സോ നമുക്ക് റെഫറൻസ് പോയിന്റ് ആയിട്ട് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് അതിന്റെ മുൻപത്തെ ട്രേഡിംഗ് സെഷൻ ആയിരുന്നു. സോ അതിന്റെ ബേസിസിൽ നമ്മൾ നോക്കുമ്പോഴേക്കും WTI ക്രൂഡിന്റെ കേസിൽ ഒരു മാറ്റവും ഇല്ല. 78 മുതൽ $79 റേഞ്ച് ആയിരിക്കും ഇതിന്റെ മേജർ റെസിസ്റ്റൻസ്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രെൻഡുകൾ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ബെയറിഷായി തന്നെ തുടരുന്നു. സോ ലോങ് പൊസിഷൻസ് എടുക്കാൻ ഒരു അവസരവും അറ്റ് ദിസ് മൊമെന്റ് കാണുന്നില്ല. ആൻഡ് നമ്മുടെ കൈവശം ഓൾറെഡി ഷോർട്ട് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് ലെവൽ $79 ഗോൾഡിനെ പറ്റിയുള്ള സാറിന്റെ റിവ്യൂ എന്താണ്? സോ സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. കഴിഞ്ഞ 9 ട്രേഡിംഗ് സെഷൻസിലെ പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് കിട്ടിയ ഒരു ഓൾ ടൈം ഹൈ $2,570 അത് ഓഗസ്റ്റ് 20 ആയിരുന്നു. അതിനുശേഷം അതേ റേഞ്ചിൽ സ്വർണത്തിന്റെ ട്രേഡിംഗ് നടന്നു വരുന്നത്. സോ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും തന്നെ കാണുന്നില്ല. ബട്ട് ആദ്യത്തെ ഒരു സ്റ്റോപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന $2,519 ആൻഡ് അല്പം കൂടെ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ $2,495 ലെവലിൽ. ആഭ്യന്തര വിപണിയിൽ തുടക്ക വ്യാപാരത്തിൽ തന്നെ 25,333 എന്ന റേഞ്ചിൽ വ്യാപാരം ആരംഭിക്കുകയും തുടർന്ന് ഒരു 25,278 200 എന്നുള്ളൊരു ലെവൽ മറികടന്നുകൊണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും നേരത്തെ ഞാൻ മെൻഷൻ ചെയ്ത പോലെ തന്നെ ബജാജ് ഓഹരികളൊക്കെ തന്നെ വലിയ തോതിലൊരു പിന്തുണ കഴിഞ്ഞ സെഷനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ഇന്ന് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, നിഫ്റ്റി 50യുടെ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. അഗെയിൻ നിഫ്റ്റി 50യുടെ കേസിൽ എനിക്ക് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് നമ്മൾ നിഫ്റ്റി 50യുടെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ 28 ദിവസങ്ങളായിട്ട്, അതായത് ഓഗസ്റ്റ് 5 ആയിരുന്നു നിഫ്റ്റി 50യുടെ മേജർ ബോട്ടം നമുക്ക് കിട്ടിയത്. അതിനുശേഷം നിഫ്റ്റി 50യിൽ കാര്യമായിട്ട് ഒരു കറക്ഷനും നടന്നിട്ടില്ല. ബട്ട് എങ്കിലും അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. ആൻഡ് ഞാൻ ഇത് നോക്കുമ്പോഴേക്കും മാർക്കറ്റ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് എനിക്ക് കാണാൻ സാധിക്കുന്നത് പബ്ലിക് സെക്ടർ ബാങ്ക്സിലൊക്കെ തന്നെ നല്ലൊരു ബുള്ളിഷ് ഇപ്പോൾ ഫോം ചെയ്ത് വരുന്നുണ്ട്. സോ മൈ എക്സ്പെക്ടേഷൻ ഈ ഒരു അപ്വേർഡ് മൂവ്മെന്റ് നിലനിൽക്കും. എങ്കിലും നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഒത്തിരി നേട്ടം നൽകി, എസ്പെഷ്യലി ടെക്നോളജി സ്റ്റോക്സിലൊക്കെ തന്നെ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മുടെ പ്രോഫിറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. അതോടൊപ്പം നിഫ്റ്റി ബാങ്ക് സൂചികയുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ അവസാന നിമിഷത്തിൽ ഒരു നേരിയ മുന്നേറ്റം പ്രകടമാക്കിയിട്ടുണ്ടായിരുന്നു. 51,439 എന്നൊരു റേഞ്ചിൽ ഓൾമോസ്റ്റ് ഒരു 89 പോയിന്റിന്റെ ഒരു നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നിഫ്റ്റി ബാങ്ക് സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ഒരു ഇൻട്രാഡേ ഹൈ പരിശോധിക്കുമ്പോൾ തുടക്ക വ്യാപാരത്തിലുണ്ടായിരുന്ന 51,579 എന്നൊരു ഇൻട്രാഡേ ഹൈ ആയിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ഇൻഡസ്ഇൻഡ് ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക് പോലുള്ള ബാങ്കുകളായിരുന്നു ലീഡ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി ബാങ്കിൽ നമ്മൾ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് കഴിഞ്ഞ 1.5-2 മാസങ്ങളായിട്ട് നിഫ്റ്റി 50 അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡെക്സ്. ആൻഡ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ 51,600 പോയിന്റിന്റെ റെസിസ്റ്റൻസ് നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആക്ച്വലി നമ്മൾ ഇന്നലത്തെ വ്യാപാരം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നലെ തന്നെ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചേനെ. ബട്ട് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ HDFC ബാങ്കിൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടിരുന്നു. അതിനെ തുടർന്നായിരുന്നു നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക് വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചത്. ബട്ട് നമ്മൾ നിഫ്റ്റി ബാങ്കിങ് സെക്ടർ നോക്കുമ്പോഴേക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക് മുതലായ മേജർ PSU ബാങ്കിങ് സ്റ്റോക്സിലൊക്കെ നല്ല ലോ റിസ്ക് ആയിട്ട് ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട്. സോ നമ്മൾ അത്തരം സ്റ്റോക്സിലായിരിക്കാം നമ്മൾ ഇന്ന് ഫോക്കസ് കൊടുക്കേണ്ടത്. ഞാൻ
തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞൊരു സെഷനിൽ ബജാജ് ഓഹരികളിലെല്ലാം തന്നെ നല്ലൊരു പോസിറ്റീവ് മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചിരുന്നു. പ്രധാനമായിട്ടും ബജാജ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് വന്ന ലേറ്റസ്റ്റ് ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് IPO ആയിട്ട് എത്തുന്നുണ്ട് എന്ന് തന്നെയാണ്. കമ്പനിയെ സംബന്ധിച്ച് നെക്സ്റ്റ് വീക്കാണ് അവരുടെ IPO ആരംഭിക്കുന്നത് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. 66 രൂപ മുതൽ 70 രൂപ റേഞ്ചിൽ തന്നെയാണ് അവർ പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. 6560 കോടി രൂപയാണ് ഇത്തരത്തിൽ അവർ IPOയിലൂടെ സമാഹരിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിടുന്നത്. ബജാജ് ഓഹരികളുടെ കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ബജാജ് ഫിൻസർവും ബജാജ് ഫിനാൻസും 3% നേട്ടത്തോടു കൂടിയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത്. 3% നേട്ടം. അതോടൊപ്പം തന്നെ ബജാജ് ഓട്ടോയെ സംബന്ധിച്ചും ഒരു പോസിറ്റീവ് നോട്ടിൽ വ്യാപാരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ബജാജ് ഓഹരി അല്ലെങ്കിൽ ബജാജ് ഗ്രൂപ്പിന്റെ ഓഹരികളെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്താണ്? കൈവശം ഓഹരി ഉള്ള നിക്ഷേപകരെ സംബന്ധിച്ച് സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? ബജാജ് ഗ്രൂപ്പിന്റെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 10-15 ട്രേഡിംഗ് സെഷൻസിനിടെ ഒരു കംപ്ലീറ്റ് ടേൺ അറൗണ്ടാണ് നമുക്ക് ബജാജ് ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സിൽ കാണാൻ സാധിക്കുന്നത്. അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷായി മാറിയിട്ടുണ്ട്. എങ്കിലും വളരെ ഷോർട്ട് ടേം ചാർട്ട്സ് നോക്കുമ്പോഴേക്കും ഒരു അല്പം ഓവർ ഹീറ്റഡ്, അല്പം ഓവർ ബോട്ട് റീഡിംഗ് ആണ് കാഴ്ചവെക്കുന്നത്. അതിന്റെ ഒരു ഇൻഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അല്പം പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. കൈവശം നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു അല്പം വോളറ്റിലിറ്റി ഉണ്ടാകും, അത് മറികടക്കും. ആൻഡ് മൈ എക്സ്പെക്ടേഷൻ ഇതേ ഒരു ബുള്ളിഷ് ട്രെൻഡ് തുടരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് ഒരു എൻട്രിക്ക് വേണ്ടി ശ്രമിക്കാം. അതോടൊപ്പം കഴിഞ്ഞൊരു സെഷനിൽ അദാനി ഗ്രൂപ്പ്സിന്റെ സ്റ്റോക്കുകളുടെ ഒരു പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് ഭൂരിഭാഗം ഓഹരികളെയും സംബന്ധിച്ച് ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. അദാനി എൻ്റർപ്രൈസ് ഒരു 1% നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അദാനി വിൽമറിനെ സംബന്ധിച്ച് 3% നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അദാനി ഗ്രീൻ എനർജി 6% ഒരു നേട്ടം ക്ലോസിംഗ് സമയത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അദാനി പവറിനെ സംബന്ധിച്ചും 6% ഒരു നേട്ടം തന്നെയായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അദാനി സ്റ്റോക്സിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? അഡാനി ഗ്രൂപ്പ് നോക്കുമ്പോഴേക്കും ഒരു മിക്സഡ് ബാഗ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അഡാനി എന്റർപ്രൈസസിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അതിൽ നമുക്ക് ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. അഡാനി എന്റർപ്രൈസസിന്റെ കേസിൽ 2880 മുതൽ 2960 ആ ഒരു റേഞ്ചിൽ നല്ലൊരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. ബട്ട് അഡാനി എന്റർപ്രൈസസിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3130 രൂപ ലെവലിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു റെസിസ്റ്റൻസും കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് മറികടക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ ഈ ഒരു സ്റ്റോക്കിൽ എടുക്കാൻ സാധിക്കത്തുള്ളൂ. അഡാനി എനർജിയുടെ കേസ് എടുക്കുമ്പോഴേക്കും 980 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് 3 ട്രേഡിംഗ് സെഷൻസിന് മുൻപ് ടെസ്റ്റ് ചെയ്യപ്പെട്ടു. ആൻഡ് ആ ഒരു സപ്പോർട്ട് നിലനിന്നു എന്നുള്ളത് ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു കാര്യം. ബട്ട് അഡാനി എനർജി സൊല്യൂഷന്റെ കേസിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ സ്റ്റോക്ക് 1080-1100 ഈ ഒരു റേഞ്ചിലുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അഡാനി ഗ്രീൻ എനർജി എടുക്കുമ്പോഴേക്കും അണ്ടർടോൺ ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. ഇന്നലെ വളരെ ശക്തമായിട്ടായിരുന്നു ഈ സ്റ്റോക്കിൽ നമുക്കൊരു മൂവ്മെന്റ് കാണാൻ സാധിച്ചത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 2010 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ തന്നെ ഈ സ്റ്റോക്കിൽ നമുക്കൊരു 100 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. അഡാനി വിൽമറിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 358 രൂപയിൽ ഒരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ് ആദ്യത്തെ 390 രൂപ, അതിനെ തുടർന്ന് 410 രൂപ. അഡാനി പോർട്ടിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അഡാനി പോർട്ടിൽ ഫ്ലാറ്റ് ആയിട്ട് ട്രേഡിംഗ് നടന്നു വരുന്നത്. ലോങ് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. നമുക്ക് ഈ സ്റ്റോക്ക് 1525 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ആൻഡ് ഫൈനലി അഡാനി പവറിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അഡാനി പവറിന് ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഇന്നലെ വീണ്ടും ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ടൊരു ക്ലോസ് കാണാൻ സാധിച്ചു. വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് 618 രൂപയിൽ കാണുന്നുണ്ട്.
ഇന്ന് ഈ സ്റ്റോക്ക് ഇന്നല്ലെങ്കിൽ നാളത്തെ വ്യാപാരത്തിൽ 710 രൂപയുടെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്കിന് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്കൊരു എൻട്രി ലഭ്യമാകും. അതോടൊപ്പം തന്നെ ആദിത്യ ബിർള ഗ്രൂപ്പിൽ നിന്നുമുള്ള 2 കമ്പനികളുടെ വ്യൂ കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദിത്യ ബിർള ഫാഷനും അതുപോലെ തന്നെ ആദിത്യ ബിർള ക്യാപിറ്റലും കഴിഞ്ഞ സെഷനിൽ ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ആദിത്യ ബിർള ഫാഷനെ സംബന്ധിച്ച് 2.5% ഒരു നേട്ടമാണ് അവസാന നിമിഷം രേഖപ്പെടുത്തിയത്. ആദിത്യ ബിർള ക്യാപിറ്റലും 3%-ലധികം ഒരു നേട്ടത്തോടു കൂടിയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഈ 2 സ്റ്റോക്കുകളുടെയും കഴിഞ്ഞൊരു 1 മന്തിലെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ആദിത്യ ബിർളയെ സംബന്ധിച്ച് 8% ഒരു മുന്നേറ്റമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ആദിത്യ ബിർള ഫാഷനെ സംബന്ധിച്ച് 5%-ഓളം ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത് കാണാം. ഈ 2 സ്റ്റോക്കുകളെ സംബന്ധിച്ച് സാറിന്റെ റിവ്യൂ എന്താണ്? പ്രിയ, നമ്മൾ ആദിത്യ ബിർള ക്യാപിറ്റൽ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഓവറോൾ നമ്മൾ നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനീസിന്റെ ഒരു മൂവ്മെന്റ് കൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ മേജർ NBFC സ്റ്റോക്സിലും നമുക്കൊരു ബുള്ളിഷ് മൊമെന്റം കാണാൻ സാധിക്കുന്നുണ്ട്. അത് L&T ഫൈനാൻസ് ആവട്ടെ, ക്യാപിറ്റൽ ട്രസ്റ്റ് ആവട്ടെ, എക്സെട്ര പൂനാവാല ഫിനാൻസ് കോർപ്പ്, ഇതിലൊക്കെ നമുക്കൊരു ബുള്ളിഷ് മൊമെന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു 2-3 മാസങ്ങളായിട്ട് ആദിത്യ ബിർള ഫാഷനിൽ ഒരു കറക്ഷൻ നടക്കുകയായിരുന്നു. ഇന്നലത്തെ ആ ഒരു സ്ട്രോങ് ക്ലോസിനെ തുടർന്ന് വീണ്ടും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുന്ന ഒരു സ്ഥിതിയിലോട്ട് മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 230 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 240, 245 ഇതായിരിക്കും റെസിസ്റ്റൻസ് ലെവൽ. ആൻഡ് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു മികച്ചൊരു ഔട്ട് പെർഫോമൻസ് തന്നെ ഈ സ്റ്റോക്കിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ആദിത്യ ബിർള ഫാഷന്റെ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ്. ആൻഡ് ഈ സ്റ്റോക്ക് 300, 310, 320 ഈ ഒരു റേഞ്ചിൽ കൺസോൾട്ടേഷൻ നടത്തി വരുന്നു. നമുക്ക് ഈ സ്റ്റോക്കിൽ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 330 രൂപയായിരിക്കും. 330ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ 15 മുതൽ 30 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാം. പ്രേക്ഷകരെ ക്വറീസ് അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിൽ ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് വേദാന്തയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. വേദാന്തയെ സംബന്ധിച്ച് അവരുടെ 3ാമത്തെ ഇടക്കാല ലാഭവിഹിതം നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നത്. ഓഹരി ഒന്നിന് 20 രൂപ നിരക്കിൽ നൽകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ വേദാന്തയെ സംബന്ധിച്ച് 1%-ലധികം ഇടിവോട് കൂടിയിട്ട് 463 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. വേദാന്തയുടെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് ഒരു സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ഈ കമ്പനിയിലെ എൻ്റെ ഒരു ഡിസ്കംഫർട്ട് എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് വളരെ മികച്ചതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അഡാനി സ്റ്റോക്സിൽ നമ്മൾ കണ്ട ഒരു വലിയ ഇടിവിനെ പോലെ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട വേദാന്തയുടെ കേസിൽ എപ്പോൾ വേണമെങ്കിൽ ഒരു ഷോർട്ട് സെല്ലേഴ്സിന്റെ ഒരു പ്രഷർ ഫേസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് വേദാന്ത. സോ നമ്മൾ ഇത്തരം സ്റ്റോക്സിൽ നമ്മളൊരു ട്രേഡിംഗ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ വളരെ കെയർഫുൾ ആയിരിക്കണം. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ 490, അതിനെ തുടർന്ന് 510. പേഴ്സണലി ഈ സ്റ്റോക്കിൽ ഞാൻ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യത്തില്ല. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഡീലിങ്ക് ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ നേട്ടത്തോടുകൂടി ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട്. 605 രൂപ 20 പൈസ എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. ഡീലിംഗിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന 640, അതിനെ തുടർന്ന് 660, അതിനെ തുടർന്ന് 685. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 560 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് സൈബർ ടെക് സിസ്റ്റംസ് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 13% ഒരു മൂവ്മെന്റ് ഈ സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. 288 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സൈബർ ടെക്കിന്റെ കേസ് ഇന്നലെ മാത്രമല്ല കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിലെ പാറ്റേൺ നോക്കുമ്പോഴേക്കും ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചത്. സ്റ്റോക്കിന്റെ അണ്ടർടോൺ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. നമ്മുടെ കൈവശം അൺഫോർച്ചുനേറ്റ്ലി ഒരേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഷോർട്ട് ടേം ചാർട്ട്സ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ഒരു അല്പം ഓവർ ഹീറ്റഡ് ആയി വരുന്നുണ്ട്. സോ നമ്മൾ ഈ ഒരു സ്റ്റോക്കിലെ ഷോർട്ട് ടേമിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം.
പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. കറക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഒരു പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഒരു പ്രേക്ഷകൻ കൊച്ചിൻ ഷിപ്പ്യാർഡിലുള്ള വ്യൂ തന്നെയാണ് ചോദിച്ചത്. 1.5% ഇടിവോടുകൂടി 1851 രൂപയിലാണ് കഴിഞ്ഞൊരു സെഷനിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. സോ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും വളരെ വീക്കായി തന്നെ തുടരുന്നുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ 1500 രൂപയിലാണ് കാണുന്നത്. ആൻഡ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആദ്യത്തെ ഒരു സപ്പോർട്ട് 1800 രൂപയിലും. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് ഒരു ട്രിഗർ ലഭിച്ചിട്ടില്ല. ബട്ട് ഇന്ന കാലത്ത് ഞാൻ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിലും കഴിഞ്ഞ ഒരു 1-1.5 മാസമായിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ നേരിടുന്നുണ്ട്. ബട്ട് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിന് 1700 രൂപയിൽ ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്ത് വരുന്നുണ്ട്. സോ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിന് 1900 രൂപയുടെ റെസിസ്റ്റൻസ് ഈ ആഴ്ച ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 150 മുതൽ 250 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ മാസഗോൺ ഡോക്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും മാസഗോൺ ഡോക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിനെ പോലെ തന്നെ ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. മാസഗോൺ ഡോക്കിന്റെ കേസിൽ 4000 രൂപയിലെ മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത്. ഒരു പ്രേക്ഷകൻ ഗ്ലോബൽ സർഫേസസ് എന്ന് പറഞ്ഞ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചത്. കഴിഞ്ഞ സെഷനിൽ 15% നേട്ടത്തോടു കൂടിയിട്ടാണ് ഈ ഒരു സ്റ്റോക്കും ക്ലോസ് ചെയ്തത്. 222 രൂപ എന്നുള്ള റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രിയ, കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടെ പറയാമോ? സർ, ഗ്ലോബൽ സർഫേസസ്. സോ ഗ്ലോബൽ സർഫേസസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് എന്നുള്ള ഒരു കാര്യം നമ്മൾ മറക്കരുത്. സോ ഈ ഒരു സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഒത്തിരി നാളായിട്ടില്ല. ആൻഡ് ഈ സ്റ്റോക്കിൽ നമ്മൾ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഒത്തിരി വോളറ്റിലിറ്റി കാഴ്ചവെക്കുന്ന ഒരു സ്റ്റോക്ക് ഗ്ലോബൽ സർഫേസസ്. ആൻഡ് ഈ സ്റ്റോക്ക് ഓഗസ്റ്റ് മാസത്തിൽ നമുക്കൊരു മേജർ ബോട്ടം നൽകിയത് 167 രൂപയിലായിരുന്നു. അതിനുശേഷം ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണുന്നുണ്ട്. പേഴ്സണലി ഞാൻ ഈ ഒരു സ്റ്റോക്കിൽ കംഫർട്ടബിൾ അല്ല, ബിക്കോസ് ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഒത്തിരി വോളറ്റിലിറ്റി കാണുന്നത് കൊണ്ട്. ഈ സ്റ്റോക്കിന്റെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 235 രൂപയിലായിരിക്കും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 185 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് ഈ സ്റ്റോക്കിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. മറ്റൊരു പ്രേക്ഷകൻ FSCTയുമായി ബന്ധപ്പെട്ട് ഫെർട്ടിലൈസേഴ്സ് കെമിക്കലുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ നേട്ടത്തോടു കൂടിയിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോക്കിന് സാധിച്ചിരുന്നു. 983 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. So FACT and Paradeep Phosphate, Rashtriya Chemicals, Madras Fertilizers, National Fertilizers, ഇത്തരം PSU പബ്ലിക് സെക്ടർ ഫെർട്ടിലൈസർ കമ്പനീസ് ഒക്കെ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ഇപ്പോൾ സ്റ്റഡി ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. FACTയുടെ സ്പെസിഫിക് കേസിൽ 1025 രൂപയിലെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ആഴ്ച അതൊരു ബ്രേക്ക് ചെയ്യപ്പെടും. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1065 രൂപ, അതിനെ തുടർന്ന് 1160, അതിനെ തുടർന്ന് 1185. ഈ 1185 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 918 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ അംബുജ സിമന്റ്സിലെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. 620 രൂപയിലായിരുന്നു കഴിഞ്ഞ സെഷനിൽ ക്ലോസ് ചെയ്തത്. അംബുജ സിമെന്റ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് അല്പം വീക്കായിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ അറ്റ് ദിസ് പോയിന്റ് നമുക്കൊരു ബൈയിങ് ട്രിഗർ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 595 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. തിത്തക റെയിലുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ 2% ഇടിവിൽ 1396 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. തിത്തക റെയിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ഒരു അല്പം ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന്റെ ചാർട്ട് നമുക്ക് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് ഓഗസ്റ്റ് 12 1315 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്യാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ആ ഒരു സപ്പോർട്ട് അറ്റ് ദിസ് പോയിന്റ് നിലനിൽക്കുന്നുണ്ട്. സോ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1310 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ
ഈ സ്റ്റോക്ക് 1525 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1625 1625 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ ഒരു വലിയൊരു മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു പ്രേക്ഷകൻ ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 1.5% ഇടിവ് സ്റ്റോക്ക് രേഖപ്പെടുത്തി 1313 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ജി ഷിപ്പിംഗിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ഒരു കൺസോൾട്ടേഷൻ സൈഡ് വേസ് പാറ്റേൺ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഇതിലൊരു ബുള്ളിഷ് ട്രിഗർ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1200 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്ക് 1420 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഒരു പ്രേക്ഷകൻ ജിയോഫിനുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചത്. കഴിഞ്ഞ സെഷൻ ജിയോഫിൻ ശക്തമായ ഒരു നോട്ടിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 344 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ജിയോഫിൻ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിന് ശേഷം ഒരു കറക്ഷൻ കൺസോൾട്ടേഷൻ ഫേസിലോട്ട് നീങ്ങിയിരുന്നു. ആൻഡ് ഈ ഒരു സ്റ്റോക്കിന്റെ മൂവ്മെന്റ് നോക്കുമ്പോഴേക്കും ഇതിന് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് ബേസ് 300 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. അറൌണ്ട് 300-320 രൂപയ്ക്ക് അടുത്തായിരുന്നു കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഇത് കൺസോൾട്ടേഷൻ നടത്തി വന്നത്. ഇന്നലത്തെ ശക്തമായിട്ടൊരു ക്ലോസിനെ തുടർന്ന് വീണ്ടും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുന്നുണ്ട്. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഇന്ന് ഈ സ്റ്റോക്കിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കും. സോ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് 320-330 റേഞ്ചിൽ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത റെസിസ്റ്റൻസ് 360, അതിനുശേഷം 380, അതിനുശേഷം 400 രൂപയിൽ. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് അസല്യ സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ ഒരു സ്റ്റോക്ക് നെയിം സ്പെല്ല് ചെയ്യാം. ACCELYA. അസല്യ സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ 0.27% ഒരു നേട്ടത്തിൽ 1761 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. പ്രിയ, അസല്യ സൊല്യൂഷൻസിന്റെ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് നമുക്ക് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഈ സ്റ്റോക്ക് ഒത്തിരി കാര്യമായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. 1640 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ സ്റ്റോക്കിൽ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ 1840 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ബാങ്ക് ഓഫ് ബറോഡയിലുള്ള വ്യൂ ആണ്. ബാങ്ക് ഓഫ് ബറോഡയെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ 1.5% നേട്ടത്തിൽ 253 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. പ്രിയ, ഇന്ന് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ബാങ്കിങ് ഓഹരികളെ കുറിച്ച് സംസാരിച്ചിരുന്നു. എസ്പെഷ്യലി പബ്ലിക് സെക്ടർ, ലാർജ് പബ്ലിക് സെക്ടർ ബാങ്ക്സ്. അതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമുക്ക് നല്ല ബുള്ളിഷ് സെറ്റ് പെർഫോം ചെയ്തു വരുന്നുണ്ട്. ബാങ്ക് ഓഫ് ബറോഡയിൽ നല്ലൊരു ബുള്ളിഷ് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ബാങ്ക് ഓഫ് ബറോഡയിൽ നമ്മൾ ഇപ്പോൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 257 രൂപ. 257 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വളരെ വലിയൊരു മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 245 രൂപയിലായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് മറ്റൊരു PSU സ്റ്റോക്ക് എൻ്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് കാനറ ബാങ്ക്. കാനറ ബാങ്കിന്റെ കേസിൽ 114 രൂപയായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ. ഒപ്പം ഒരു പ്രേക്ഷകൻ അശോക ബിൽകോൺ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 231 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അശോക ബിൽകോൺ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് നമുക്ക് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ 220 രൂപയിലാണ് കാണുന്നത്. ആൻഡ് മേജർ റെസിസ്റ്റൻസ് 250 രൂപയിൽ. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഒരു ബൈയിങ് ട്രിഗർ ഇതിൽ ഒന്നും തന്നെ കാണുന്നില്ല. സോ അറ്റ് ദിസ് പോയിന്റ് ഈ സ്റ്റോക്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 220 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു പ്രേക്ഷകൻ ബയോകോണിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 1.5% നേട്ടത്തോടുകൂടി 363 രൂപയിലാണ് ക്ലോസ് ചെയ്തത്.
The Biocon long-term trend is bullish, but short-term നോക്കുമ്പോഴേക്കും നമുക്ക് ഒരു സൈഡ് വൈസ് കൺസോൾട്ടേഷൻ പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിന് 380 രൂപയിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. 380ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഈ സ്റ്റോക്കിൽ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ പോകുന്നുള്ളൂ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. അവസാനമായൊരു സ്റ്റോക്ക് കൂടി ചോദിക്കുകയാണ്. ഭാരത് ഇലക്ട്രോണിക്സിലുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. 296 രൂപയിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. സോ ഭാരത് ഇലക്ട്രോണിക്സ്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്, BML, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, എഞ്ചിനീയേഴ്സ് ഇന്ത്യ മുതലായ PSU സ്റ്റോക്സിലൊക്കെ കഴിഞ്ഞ ഒരു 5-8 ആഴ്ചകളായിട്ട് നമുക്കൊരു കൺസോൾട്ടേഷൻ കറക്ഷൻ ഫേസാണ് കാണുന്നത്. ബട്ട് ഇത്തരം സ്റ്റോക്സ് ഒക്കെ നമ്മുടെ റഡാറിൽ നമ്മൾ ഉൾപ്പെടുത്തണം. കാര്യം എനിക്ക് തോന്നുന്നത് ഈ സ്റ്റോക്സിലൊക്കെ കറക്ഷൻ ഫേസിന്റെ അവസാനത്തെ ഫേസിലോട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇന്ന് നേരത്തെ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ കുറിച്ച് സംസാരിച്ചു, മാസഗോണിനെ കുറിച്ച് സംസാരിച്ചു, ഗാർഡൻ റീച്ചിനെ കുറിച്ച് സംസാരിച്ചു. സോ മൈ എക്സ്പെക്ടേഷൻ താമസിക്കാതെ തന്നെ ഈ സ്റ്റോക്സിലൊക്കെ വീണ്ടും ഒരു ബുള്ളിഷ്നെസ് തിരിച്ചു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. പ്രേക്ഷകരുടെ മാക്സിമം ക്വരീസ് അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത ക്വരീസ് ഒക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാർക്കറ്റ് പ്ലസിന്റെ പുതിയൊരു സെഷനിൽ കാണാം. അതുവരേക്കും നന്ദി.